ഹെൽത്തി ഈറ്റിൻ്റെ ഭാഗമായിട്ട് ഇനി മുതൽ നമുക്ക് രാത്രി ഗോതമ്പ് പൊടിയും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കിട്ടിയോ എന്നാൽ ശരിയെന്ന് ഞാൻ കുറേ ദിവസമൊക്കെ ഉണ്ടാക്കി ഈ ചപ്പാത്തി ദോശ പുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എനിക്ക് തന്നെ മടുത്തടേ. അപ്പോൾ എന്താ വെറൈറ്റി പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. വീറ്റ് പാസ്ത എന്നാണ് അവരിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്ര എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ അതെങ്ങനെ വേവിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം എടുത്ത് കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ സാധനം അതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കുക്ക് ചെയ്യുകയുള്ളൂ. ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കുളമായി പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. പിന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്ന എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് കേട്ടോ. ഇത് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് സവാള ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് വാട്ടി കൊടുക്കണം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഈ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു മെത്തേഡാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. സോസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് സോസൊക്കെ ചേർക്കുമ്പോൾ ഹെൽത്തി ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, അത്രയും എനിക്കറിയാം. അപ്പോൾ എന്തായാലും പച്ചമുളകൊക്കെ ഇട്ട് വാടിയതിന് ശേഷം നമ്മൾ സവാള ഇട്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാൻ. എൻ്റെ കയ്യിൽ ക്യാബേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ക്യാബേജ് മാത്രം കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, ക്യാപ്സിക്കം, നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ കൂടി ഹെൽത്തി ആയിട്ട് ഇരുന്നുള്ളൂല്ലോ. ക്യാബേജൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ പാസ്ത ഓൾറെഡി ഉപ്പിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ. മുട്ട ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് കുരുമുളക് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ്, കുരുമുളക് പൊടി ഇട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അതാണ് അതിലിങ്ങനെ കറുത്ത കളർ കാണുന്നത്. കുരുമുളക് പൊടി കട്ട കെട്ടി പോയതാണ്. മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി അതിലെ വെള്ളമെല്ലാം മാറി നല്ല ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സോയാ സോസ്, റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇത് 3ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന സോസ് മതിയായില്ല എനിക്ക്, ഞാൻ വീണ്ടും ചേർക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ അട പോലെ ഇരിക്കുന്നതൊന്നും കാര്യമാക്കേണ്ട. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം വേറിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ദേ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ്? അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ബൈ.